ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് അനാലിസിസ് നടത്തിയ ശേഷം നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് ഇന്നത്തെ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട സ്റ്റോക്സിനെ കുറിച്ച് സംസാരിക്കാം. US മാർക്കറ്റ്സ് ആണ് ഇവിടുത്തെ പ്രധാന സംസാര വിഷയം. അപ്പം ഇന്നലെ നല്ല രീതിയിൽ അപ്സൈഡ് പോയ ശേഷം US മാർക്കറ്റ്സ് നല്ല സെല്ലിംഗ് പ്രഷറിലേക്ക് വരുമായിരുന്നു. നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ 488.44 പോയിന്റ്സ് ഡൗൺ ആണ്. ആൻഡ് ഡോ ജോൺസ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവ് ആണെങ്കിൽ S&P 500 നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസിംഗ് വന്നേക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ലേശം പോസിറ്റീവ് ആണ്. ആൻഡ് നമ്മുടെ നിഫ്റ്റി 60 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ്. സോ നമുക്ക് ഒരു 60-70 പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാം. ജാപ്പനീസ് മാർക്കറ്റ് ആൻഡ് ഹാങ്സങ്, തായ്വാൻ മാർക്കറ്റ്സ് എല്ലാം നെഗറ്റീവ് ട്രേഡ് ചെയ്യുകയാണ്. സോ ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ നിഫ്റ്റിയിലും ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ മാർക്കറ്റ് ടോട്ടലി സ്ട്രെങ്ത് ആണെങ്കിൽ പോലും ഗ്ലോബൽ മാർക്കറ്റിൽ നടക്കുന്ന ചെറിയ ചെറിയ ചേഞ്ചസും നമ്മുടെ മാർക്കറ്റിലും ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് സ്ട്രെങ്ത്തിലൂടെയാണ് പോകുന്നത്. ആൻഡ് ഇന്നൊരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ പോലും മാർക്കറ്റ് ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ളൊരു അറ്റംപ്റ്റ് ഇന്ന് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മളിവിടെ കാര്യങ്ങൾ സംസാരിച്ചു. ആൻഡ് ഈ ഒരു ഏരിയ 26,000 എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാർക്കറ്റിന് സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 26,000 ഒരു പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റിൽ ബ്രേക്ക് ആയി വരും. മറിച്ച് മാർക്കറ്റിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഈ 26,000 ഹോൾഡ് ചെയ്യും. മറിച്ച് ഒരു വീക്ക്നെസ് ആണ് ടോട്ടലി മാർക്കറ്റിൽ മോർണിംഗ് സെഷനിൽ ഉള്ളതെങ്കിൽ ഈ 26,000 മോസ്റ്റ് പ്രോബബ്ലി ബ്രേക്ക് ചെയ്ത് ഈ 25,905 എന്ന റേഞ്ചിലേക്ക് എത്താനാണ് പോസിബിലിറ്റി. സോ ഇതൊരു നല്ല ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ ഒരു മാർക്കറ്റിന്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. 25,900 എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ഏരിയയും ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ 25,800 ഈ ഒരു 3 ഡിമാൻഡ് സോൺസ് നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം. കാര്യം നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമുള്ളൂ. ഒരു ടോട്ടൽ ഓവറോൾ സ്ട്രക്ചറിലൊരു ഡിമാൻഡ് ഏരിയ ഞാൻ പറയുന്നുള്ളൂ. കാര്യം മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ആവോ ഇല്ല എന്നുള്ള കാര്യം അറിയത്തില്ല. ഓൾ ടൈം ഹൈക്ക് സമീപമായതുകൊണ്ട് തന്നെ മേ ബി എല്ലാവരും ഒന്ന് പാനിക്കിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. സോ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ ലൈവ് മാർക്കറ്റിൽ ഇന്നത്തെ അപ്സൈഡ് ലെവൽസ് ഞാൻ ഏകദേശം മാർക്ക് ചെയ്യാം. ആദ്യം ഞാൻ നോക്കുന്നുണ്ടായാലും മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നാൽ പിടിച്ച് നിൽക്കുന്ന സോൺസിനായിരിക്കും ഞാൻ ഫസ്റ്റ് പരിഗണന കൊടുക്കുന്നത്. അപ്പോൾ അതായിരിക്കും ഒരു ബെറ്റർ സ്ട്രാറ്റജി. നമുക്ക് ആദ്യം മാർക്കറ്റിൻ്റെ ഒരു ടോട്ടലി ഉള്ള ഒരു അവസ്ഥ മനസ്സിലാക്കിയ ശേഷം അങ്ങനെ പെരുമാറുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഇപ്പം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത 26,455 ആയിരിക്കും എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. സോ അത് കഴിയുമ്പോൾ നമുക്കൊരു 26,500 600 എല്ലാം ഇവൻച്വലി ബ്രേക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ വ്യൂ കണ്ടിന്യൂ ചെയ്യുകയാണ് ഞാൻ. മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് റേറ്റ് ടെസ്റ്റ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ സ്ട്രക്ചർ ബേസ് ഏറ്റവും നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. നിങ്ങൾ ടോട്ടൽ ഓവറോൾ പിക്ചർ നോക്കുകയാണെങ്കിൽ അറിയാം, മാർക്കറ്റിൻ്റെ ഒരു ബാങ്ക് നിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതലുള്ളൊരു സ്ട്രക്ചറലി നല്ലൊരു പോസിറ്റീവ് ഒരു ഇത് കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. സോ പുൾ ബാക്ക് വന്നാൽ ഹോൾഡ് ആവുന്ന ഏരിയാസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ. അപ്പോൾ ആ ഒരു വ്യൂവിൽ തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ ഒരു 58,520 എന്നുള്ളത് നല്ലൊരു ഏരിയയാണ് മാർക്കറ്റിന് ഹോൾഡ് ചെയ്യാനായിട്ട്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു സോണിൽ ഈ 59,140 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ ഈ സോൺ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ മേ ബി മാർക്കറ്റിൽ അത്രയും സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടായിരിക്കും. മറിച്ച് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ച് വീക്ക്നെസ് നമുക്ക് കാണാം ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പം ഇന്നത്തെ സ്റ്റോക്സ് ഏതൊക്കെയാണ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വലിയ ന്യൂസസ് ഒന്നുമില്ല. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ റിസൾട്ടുകൾ വരുന്നുണ്ട്. നമ്മുടെ ഗ്രോയിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ആൻഡ് ഗുജറാത്ത് ടൂൾ റൂം ആൻഡ് ഓറിയൻ ട്രെയിനിലേക്ക് എന്ന് പറഞ്ഞ കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു മെയിൻ ബോർഡ് ലിസ്റ്റിംഗ് എന്ന് പറയാനായിട്ട് IPO ലിസ്റ്റിംഗ് ഉള്ളത്, കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, കാപ്പിലറി ടെക്നോളജീസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ മെയിൻ ബോർഡ് ലിസ്റ്റിംഗ് ഇന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂസസ് ഒക്കെ പൊതുവെ ഇന്ന് കുറവാണ്. വലിയ നമുക്ക് എന്താ പറയുക ഭയപ്പെടുത്തുന്ന ന്യൂസസ് ഒന്നും നിലവിലില്ല. പിന്നെ AWL ആഗ്രി ബിസിനസ്സിന് പ്രൊമോട്ടർ അദാനി കമോഡിറ്റീസിൽ LLP ഈസ് ലൈക്ലി ടു സെൽ അപ്പ് 7% സ്റ്റേക്ക് ഇൻ AWL ആഗ്രി. അപ്പം 7% സ്റ്റേക്ക് സെല് ചെയ്യുന്നതിൻ്റെ ഒരു ന്യൂസ് AWL ആഗ്രി ബിസിനസ്സിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, പിന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസിന് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് വരുന്നുണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് ഫേമുമായിട്ടാണ്, TPG. അപ്പോൾ അതൊരു ന്യൂസായിട്ടുണ്ട്. പിന്നെ ഹുണ്ടായി മോട്ടോർ ഇന്ത്യ ഒരു അഡീഷണലി 21.46 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിൻഫേമിൻ്റെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്
ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യാനാണ് നമ്മുടെ 21.46 കോടി ഹുണ്ടായ് മോട്ടോഴ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗരുഡ കൺസ്ട്രക്ഷൻസിൻ്റെ ഒരു ന്യൂസ് ഉള്ളത് ശാന്തിലാൽ ഗഗർ ഒരു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തെന്നുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ സാഗിൾ ഒരു ലോങ് ടേം അഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിബ ഫാഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടലി ന്യൂസസ് കുറവാണ്. ബട്ട് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാം ഓൾ ടൈം ഹൈക്ക് സമീപമായതുകൊണ്ട് തന്നെ നിഫ്റ്റി ഓൾ ടൈം ഹൈക്ക് സമീപമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജംന ഓട്ടോ ആയിരിക്കും. ജംന ഓട്ടോ ഒരു റീട്രേസ്മെന്റ് ഉണ്ടാവും ഇല്ല എന്നുള്ള കാര്യം സംശയമുണ്ട്. എന്തായാലും ഒരു 113 ബ്രേക്ക് ചെയ്ത ഒരു മൊമെന്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 120 റേഞ്ചിലേക്ക് 113 ബ്രേക്ക് ചെയ്താൽ നമുക്ക് ജംന ഓട്ടോ നമ്മുടെ ഫോക്കസിലൊന്ന് വെച്ചിട്ട് ഇന്നത്തെ വരുന്ന ആഴ്ചകളിൽ നമുക്കൊന്ന് ഫോക്കസിലിടാം. ഓക്കെ, സോ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. താങ്ക് യു.